സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FEന് വേണ്ടിയിട്ട് ഞാനൊരു ബാക്ക് കവർ മേടിച്ചിരുന്നു. ഇതിൻ്റെ മുമ്പ് ഞാൻ 2-3 ബാക്ക് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ ബാക്ക് കവർ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബാക്ക് കവർ മേടിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കാണാം. ബിക്കോസ് ഈ സാംസങ് ഗാലക്സി S21 FEയിൽ ഈ ബാക്ക് കവർ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് കോമ്പാക്റ്റും ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. പിന്നെ ഇതിൽ ബാക്ക് കവർ ഉണ്ടല്ലോ, ഈ സൈഡൊക്കെ കേർവ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിടിക്കാൻ നല്ലൊരു കംഫർട്ടബിളായി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക് കവർ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി തോന്നി ഈ കവർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് കവർ ഞാൻ ഒരു കാണിച്ചു തരാം. അപ്പോൾ ഈ ബാക്ക് കവർ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് കവർ. ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കണ്ടില്ലേ, സൈഡൊക്കെ കേർവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക് കവർ ഇടുമ്പോൾ ഫോൺ അധികം തിക്കായി തോന്നിക്കില്ലേ, ഭയങ്കര കംഫർട്ടബിളാവും യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ബാക്ക് കവർ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ആ കവർ കൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കവർ മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻ്റെ മാതിരി ഒരു ആളാണെങ്കിൽ 3-4 ബാക്ക് കവർ മേടിച്ചിട്ട് അൺകംഫർട്ടബിളായി തോന്നുകയാണെന്ന് വെച്ചാൽ ഈ ബാക്ക് കവർ മേടിക്കുക. ഞാൻ 90% ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഈ ബാക്ക് കവർ കംഫർട്ടബിളായി തോന്നും, ഭയങ്കര ഇമ്പ്രസീവായി തോന്നുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ബാക്ക് കവർ മേടിക്കണേ, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മേടിക്കാം. താങ്ക് യു.